കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പാർലറിൽ പോകാൻ തീരുമാനിച്ചു. ഒന്ന് ഫേഷ്യൽ ചെയ്യണം, പെഡിക്യൂർ ചെയ്യണം. സാധാരണ ഞാൻ കെരാറ്റിൻ ചെയ്യാനാണ് പോവാറ്. അപ്പം തന്നെ നമ്മുടെ പോക്കറ്റ് കീറുമല്ലോ. അപ്പോൾ പിന്നെ പെഡിക്യൂർ ഇതുമെല്ലാം വീട്ടിൽ പറ്റുന്ന പോലെ ചെയ്യാറാണ് പതിവ്. ഞാൻ ഈ ഒരു ഷർട്ട് എടുത്തിട്ടു. വെള്ളമൊക്കെ ആയാലും പെട്ടെന്ന് ഉണങ്ങും, അറിയൂല്ല. അതിൻ്റെ അടിയിൽ ഷിമ്മീസും ഇട്ടിട്ടുണ്ട്. ഈ ഒരു ജീൻസും ഇട്ടാണ് ഞാനിന്ന് പോകുന്നത്. നല്ല ഇവിടെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, അധികം ചൂടുമില്ല അധികം തണുപ്പും ഇല്ലാത്തതാണ്. ഈ ചെരുപ്പെടുത്തിട്ടു. അപ്പോൾ പെഡിക്യൂർ കഴിഞ്ഞ് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് വരാനായിട്ട് ഉപകരിക്കും. ജീൻസിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഉണ്ടെങ്കിലും മുട്ട് വരെ മടക്കി വയ്ക്കാൻ പറ്റും, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ പോയിട്ട് വരാം. ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കൺസീലറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താകും എന്ന് നോക്കാം. നല്ല കറുപ്പും മാർക്സും ഒക്കെ ഉണ്ട്, പ്രായത്തിൻ്റേതായ എല്ലാം ഉണ്ട്. നമുക്ക് പോയിട്ട് വരാം, പറ്റുന്ന പോലെ ചെത്തിക്കോരിയിട്ട് വരാം. ഓക്കെ, കമ്മലിട്ടു, മാല അഴിച്ചു വെച്ചു. അവിടെ അങ്ങനെ ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് തന്നെ പോവുകയാണ്. ആംബുലൻസ് പോകുന്നതുണ്ട്, അവിടെ 2-3 ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട്, അതിൻ്റെയാണ്. റോഡിൽ എന്തൊരു പൊടിയാണെന്നറിയോ, ഞാൻ റീലിലൊക്കെ കണ്ടിരുന്നു ഇവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. എന്തോ വാട്ടർ അതോറിറ്റിയുടെ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലും കയ്യിലും ഒക്കെ പൊടിമയം. എങ്ങനെയാണോ എന്തോ ആൾക്കാരെന്നും ജോലിക്ക് പോയി വരുന്നത്. എന്നെ ഒരു പോയിന്റിൽ ഇറക്കി എനിക്കിനി റോഡ് ക്രോസ് ചെയ്ത് പോകണം. എന്തൊരു ഭംഗിയല്ലേ റോഡ് കാണാൻ. അയ്യോ, ഞാൻ അങ്ങോട്ടല്ല കേട്ടോ പോകുന്നത്. അവിടെ ഒരു കട കണ്ടോ, നിങ്ങളൊന്നും കൂടി നോക്കൂ. അങ്ങോട്ടല്ല പോകുന്നത്, നമുക്ക് പോകേണ്ടത് ഇപ്പുറത്ത്, തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്ത് നമ്മുടെ ബൗൺസ് എന്ന് പറയുന്ന സലൂണാണ്. അവിടെ നല്ല ചെടികളും അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, അതൊരു നേച്ചർ ഫ്രണ്ട്ലി ഫ്ലാറ്റാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ദൈവം എനിക്കെന്തോ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് അവിടെ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ടോപ്പ് മാറ്റി ഷിമ്മീസ് മാത്രം ഇട്ടാണ്, ഷിമ്മീസും അതിൻ്റെ അടിയിലുള്ളത് ഇട്ടാണ് അവിടെ കിടന്നത്. എനിക്കിഷ്ടമല്ല ആ സാധനം. ഞാൻ പറഞ്ഞൊരു ടവല് തന്നാൽ മതി എന്ന് പറഞ്ഞ് ടവല് പുതച്ച് കിടന്നു. ഇതാണ് ആ റൂം. നല്ല പ്രൈവസിയൊക്കെ ഉണ്ട്, നല്ല ലേഡിയായിരുന്നു ചെയ്തത്. ഇത് അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ആണ്. വാക്സിൻ്റെ സാധനം കണ്ടോ, ഹോട്ടായിട്ടിരിക്കുന്ന ആ സാധനമാണ് വാക്സിൻ്റെ. എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. പിന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കണ്ണ് പകുതി തുറന്നെടുത്തതാണിത്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നല്ല ഇതായിട്ടാണ് ചെയ്തത്. എനിക്ക് അലർജിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ചൊക്കെയാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് ഇത് മാസ്ക് ഇട്ട് കിടത്തിയപ്പോൾ ഞാൻ ആ കുട്ടിയോട് തന്നെ എടുത്തു തരാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു 1 hour എടുത്തു, അതിൽ കൂടുതൽ എടുത്തു എന്ന് വേണേൽ പറയാം. സ്റ്റീമും ഒക്കെ ഉണ്ടല്ലോ, ക്ലീനിങ്ങും സ്റ്റീമും എല്ലാം ഉണ്ട്. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ്സോളം കിടന്നു, അത് ഉണങ്ങുന്നവരെ കിടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാല് വാക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ ഫസ്റ്റ് ടൈം ഈ എക്യുപ്മെൻറ്റ് കാണുന്നത്. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തോ ക്രീമെന്നാണ് വിചാരിച്ചത്. ഹീറ്റാക്കുന്ന സാധനമാണ് വാക്സ്. അപ്പം ഭയങ്കര അതിശയമായിട്ട് തോന്നി. അതിൻ്റെ കളർ വരെ പിങ്ക്, മറ്റേതൊരു അരക്കിൻ്റെ കളർ പോലെ, അരക്കല്ലല്ലോ എന്താ പറയുക, ശരിക്കും വാക്സിൻ്റെ കളർ എന്താ പറയുക, മഞ്ഞ കളർ പോലത്തെ സാധനമല്ലേ. അപ്പോൾ ഇത് ഒരു പശ പോലത്തെ ഒരു സാധനമല്ലേ. അപ്പോൾ ഇത് നല്ല ക്രീം തേക്കുന്ന പോലെ ഉണ്ടായിരുന്നു, വളരെ ഈസി ആയിരുന്നു. ഞാനും കുറേ നാളുകളും ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശ്വര വേദനയൊക്കെ സഹിക്കുമെന്ന്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. ആ കുട്ടി ചെയ്യുന്നതുമൊക്കെ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തു. അങ്ങനെ 2 കാലും ചെയ്ത് നല്ലപോലെ പൗഡറൊക്കെ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും പെഡിക്യൂർ ചെയ്യാൻ പോകുമല്ലേ, അപ്പോൾ ബാക്കി വൃത്തി അപ്പം ചെയ്യാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീമോ ഒന്നും ഇടാതെയാണ് പോയത്. അവർക്ക് കറക്റ്റ് ടെക്സ്ചർ അറിയണമല്ലോ കാലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എപ്പോഴും പോവാറ്. ക്രീമും ഒന്നും ഇട്ടില്ല. ഇതിലും ഭേദമായിട്ടൊക്കെ നമുക്ക് കാല് വെക്കാം, പക്ഷേ ഞാൻ മേല് കഴുകി അങ്ങനെ പോവുകയാണ് ചെയ്തത്. അത് കാല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പോകുന്നത്, അപ്പോൾ കയ്യിലും ഒന്ന് ചെയ്താലോ എന്നൊരാഗ്രഹത്തിൽ ചെയ്തു. കാരണം വേദന സഹിക്കുമ്പോഴാണ്. അങ്ങനെ കയ്യും അങ്ങനെ നല്ല മിനുമിനുത്ത കൈകളുമായി ഞാൻ പെഡിക്യൂർ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. കൊള്ളാം അല്ലേ, ഇച്ചിരി ഒരു വൃത്തിയൊക്കെ തോന്നുന്നില്ലേ. കയ്യിലും കൂടെ നെയിൽ പോളിഷ് ഇട്ട് തരുമെന്ന് ചോദിക്കണം, ചുമ്മാ ഒരു രസത്തിന് നോക്കട്ടെ. അങ്ങനെ ഞാൻ അവിടെ അവർ വരുന്ന സമയത്തിന് ചുമ്മാ സ്കിൻ നോക്കുകയായിരുന്നു, ഫേഷ്യൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന്. സ്കിൻ ഭയങ്കര വ്യത്യാസമുണ്ട്, നല്ല റിപ്ലനിഷ് ആയ പോലെയുണ്ട്. പിന്നെ ബാക്കി ഒരു ദിവസം കൊണ്ട് നമുക്ക് സൗന്ദര്യമൊന്നും കൂടില്ലല്ലോ. അങ്ങനെ ഞാനിത് പെഡിക്യൂർ ചെയ്യാൻ വന്നിരിക്കുവാണ്. ഇത് വേറൊരു റൂമിലാണ്, ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ട്, വേറെ ആരും ഇല്ല അവിടെ. അപ്പം അവർ വന്ന് നല്ലപോലെ ഉരച്ച് തേച്ച് ആദ്യം നെയിൽ പോളിഷൊക്കെ കളഞ്ഞ് നല്ല നഖം നല്ലപോലെ പറ്റ വെട്ടാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് നഖത്തിൻ്റെ സൈഡിലുള്ളതും എല്ലാം ക്യൂട്ടിക്കിളും എല്ലാം ക്ലീൻ ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി സ്ക്രബിട്ട് ഉരയ്ക്കുകയൊക്കെ ചെയ്ത് മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല. അവസാനം ഒരു സ്ക്രബ്ബറിട്ട് ഫുൾ കാലും നല്ലപോലെ മസാജ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ തുടച്ചിട്ട് എന്നോട് ചോദിച്ചിരുന്നു ഏത് കളർ വേണം കാലിലേക്കെന്ന്. ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു, ഒരു പേർപ്പിൾ കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കയ്യിലും കൂടെ ഇടാനൊരാഗ്രഹം, ചുമ്മാ അവിടെ കണ്ട കളറുകൾ ഒരുപാട് കണ്ടപ്പോഴേ. അങ്ങനെ
കയ്യിലേക്ക് ഞാനൊരു പച്ചയും പറഞ്ഞു. അവർ ചുമ്മാ ഫ്രീ ആയിട്ട് ഇട്ട് തരുമെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ കാലിൽ ഇതിട്ട് നോക്കി. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. കാരണം കാലൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് 2 പേർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് 2 കാലിലും അത് ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് കയ്യിലും കൂടെ ഈ പച്ച ഇട്ട് തന്നു. അത് ഒരു ദിവസത്തിൽ പോവും. ഞാൻ വേറൊരു റീലിലിട്ടിട്ടുണ്ട്, ഒരു ഷോർട്ടിലിട്ടല്ലോ. പാവയ്ക്ക് എങ്ങാണ്ട് നുറുക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് പോയി ക്ലീൻ ചെയ്തു അതിനെ. ഇനി ഞാൻ അങ്ങനെ കയ്യിലിടാറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് താടിയിലെ മുടിയെടുക്കാനായിട്ട് ത്രെഡ് ചെയ്യാൻ പറഞ്ഞു. പിരികം വേണ്ട, മേലും ചുണ്ടിൻ്റെ മേലെയും വേണ്ട, താടിയിൽ മാത്രം. പക്ഷേ അന്ന് രാവിലെ ഞാനത് ഷേവ് ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ചെയ്ത് 7-7:30 ഇറങ്ങിയപ്പം എൻ്റെ കാല് നോക്കി ഞാൻ തന്നെ പടി ഇറങ്ങുകയാണ്. എനിക്കിഷ്ടപ്പെട്ടോ. ബുക്ക് ചെയ്ത ക്യാബ് ക്യാൻസലായി പോകുന്നു. അപ്പം ഞാൻ അടുത്തുള്ള ഇവിടെ പെക്സിലല്ല കയറിയത്, ചന്ദ്രനെയൊക്കെ നോക്കി നിന്നു. അവിടെ അടുത്തുള്ള മാക്സിൽ കയറി. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം എന്തൊക്കെ എടുത്തു എന്ന്. ഞാൻ ആക്ച്വലി എല്ലാം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു ഉള്ളിൽ. അങ്ങനെ പിന്നെ അത് കളഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എവിടെയും നിർത്തിയില്ല. പിന്നെ മടിയായി എവിടെയെങ്കിലും കയറി കഴിക്കാനേ. മഴയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു ഓട്ടോയും വിളിച്ച് ക്യാബിലാണ് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഓട്ടോയാണ് കിട്ടിയത്. അങ്ങനെ വീട്ടിൽ പോയി ഡിന്നർ കഴിച്ചു.